നാലുകെട്ട് MT വാസുദേവൻ നായർ. അവസാന ഭാഗം. വീട്ടിലെത്തിയതിൻ്റെ 7-ാം ദിവസം രാവിലെയാണ് വലിയ മാമയെ കണ്ടത്. മുറ്റത്ത് സിഗരറ്റും പുകച്ച് നടക്കുമ്പോൾ നാലുകെട്ടിൻ്റെ മുൻഭാഗത്തു നിന്ന് മെതിയടിയുടെ ശബ്ദം കേട്ടു. കയ്യാലയുടെ മുൻഭാഗത്ത് തന്നെ നടത്തം തുടർന്നു. അപ്പുണ്ണി. ആദ്യമായി അയാളുടെ പേർ വലിയമാമയുടെ നാക്കിൽ തടയുകയാവണം. കുത്തേറ്റതുപോലെ അപ്പുണ്ണി പൊളഞ്ഞു. അപ്പുണ്ണി, ഒന്ന് ഇങ്ങോട്ട് വരൂ. എന്താ? ഇവിടെ ഉമ്മറത്തേക്ക് പോരൂ. വളരെ ശാന്തമായ ക്ഷണം. ഇടിവെട്ടുന്ന സ്വരത്തിൽ മാത്രം സംസാരിക്കാറുള്ള വലിയമാമ തന്നെയാണോ ഇത്? ഇവിടെ നിന്നാ മതി. വേലിക്കപ്പുറത്തും ഇപ്പുറത്തുമായി അവർ നിന്നു. അപ്പുണ്ണി ആകെ പുകയുകയായിരുന്നു. അസ്വസ്ഥത മറയ്ക്കാൻ വിരലുകൾ തിരുമ്മിക്കൊണ്ട് നിന്നു. വലിയമാമയുടെ മുഖത്ത് പഴയ പ്രതാപമില്ല. ശരീരവും മനസ്സും ക്ഷീണിച്ചിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അപ്പുണ്ണിയുടെ കണ്ണുകളെ നേരിടാൻ വലിയമാമ പ്രയാസപ്പെടുന്നുണ്ടെന്ന് തോന്നി. വരണമെന്ന് 3-4 ദിവസമായി വിചാരിക്കണോ? വലിയമാമയുടെ വാർദ്ധക്യം ബാധിച്ച മുഖത്ത് നോക്കുമ്പോൾ അപ്പുണ്ണിയുടെ മനസ്സിൽ പഴയ ചിത്രമാണ് ഓർമ്മ വന്നത്. അന്ന് ആട്ടിയിറക്കി പുഴുത്ത പട്ടിയെപ്പോലെ വളപ്പകത്തേക്ക് കടന്നാൽ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനാണ് തൻ്റെ മുന്നിൽ ശാന്തനായി നിൽക്കുന്നത്. ഞാൻ വന്നത് ഒരു കാര്യത്തിനാ. പറയാം. ഭാഗത്തിലെ ഈ പരയെടുത്തത് ഞാനാ. തറവാടല്ലേ, ഭഗവതി ഇരിക്കണ സ്ഥലല്ലേ, അന്യാധീനപ്പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് നന്നായി. അതുമ്മല് 500 ഉറുപ്പിക കടണ്ട്. അത് വിധിയായിരിക്കണോ? അപ്പുണ്ണി മിണ്ടാതെ സശ്രദ്ധം കേട്ടിരുന്നു. കുറേ നിമിഷങ്ങൾ സംശയിച്ചു നിന്ന ശേഷം വലിയമ്മാമ തുടർന്നു. 10-ാം തീയതിക്കുള്ളിൽ കെട്ടിയില്ലെങ്കിൽ വസ്തു നടത്തിക്കെടുക്കാനാ വിധി. എത്രയായാലും നമ്മുടെ തറവാടല്ലേ. അപ്പുണ്ണി വീണ്ടും മൂളി. വാങ്ങാൻ മാപ്പിളാരുണ്ട്. എങ്ങനെ ഭഗവതി ഇരിക്കണ സ്ഥലം മാപ്പിളയ്ക്ക് കൊടുക്കുക? അസ്വാസ്ഥ്യം മൂർധന്യയിലെത്തിയിരുന്നു. അപ്പുണ്ണി ശബ്ദമുയർത്തി ചോദിച്ചു. അതിന് ഞാനെന്ത് വേണം? നിന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് കേട്ടു. 500 ഉറുപ്പിക കടായിട്ട് തന്നാൽ മതി. രേഖ എന്താച്ചാ എഴുതാം. വേലിത്തുമ്പിൽ തിരിപ്പിടിച്ചു നിൽക്കുന്ന ആ വൃദ്ധൻ്റെ രൂപം വീണ്ടും മറയുകയാണ്. കോലായിലേക്ക് കുതിച്ചു ചാടി കൈ ഉയർത്തിക്കൊണ്ട് പാഞ്ഞെടുക്കുന്ന വലിയൊരു മനുഷ്യൻ്റെ ചിത്രമാണ് മുന്നിൽ. ഈ നാലുകെട്ട് നിലനിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പുണ്ണി ക്ഷോഭമടക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ അപ്പുണ്ണി പറയണ്? ഒരിക്കൽ കൂടി പറയാം. ഈ നാലുകെട്ട് നിലനിന്ന് കാണാൻ എനിക്ക് ആഗ്രഹമില്ലെന്ന്. ഇവിടെ നിന്ന് എന്നെ ആട്ടിയിറക്കിയത് നിങ്ങൾ മറന്നിട്ടുണ്ടാവും. എനിക്കത് മറക്കാൻ വയ്യ. തണുത്തുറഞ്ഞ നിശബ്ദത അവർക്കിടയിൽ തങ്ങി നിന്നു. ഇടറുന്ന സ്വരത്തിൽ വലിയമാമ പറഞ്ഞു. അങ്ങനെയൊക്കെ പറ്റി. ഇപ്പം അതിന് ഞാൻ ദുഃഖിക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ മറക്ക് അപ്പുണ്ണിയെ. അതത്ര എളുപ്പമല്ല. ഒരു വഴിയും കാണാണ്ടിരിക്കുമ്പോഴാണ് നീ വന്ന് കേട്ടത്. പുരാതന കാലത്തുണ്ടായ തറവാടാ. എൻ്റെ കയ്യിൽ പണമുണ്ട്. പക്ഷേ തൽക്കാലം തരാൻ വിചാരിക്കുന്നില്ല. വേലിത്തറിയുടെ ഉരുണ്ട തുമ്പ് തടവിക്കൊണ്ട് വലിയമാമ മുഖം കുനിച്ചു നിന്നു. അപ്പുണ്ണി നിലത്ത് മിഴികളൂന്നി നിൽക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ വലിയമാമ നടന്നപ്പോൾ അപ്പുണ്ണി വിളിച്ചു. നിൽക്കൂ. വലിയമാമ തിരിഞ്ഞു നിന്നു. മാപ്പിളമാർക്ക് വിൽക്കാനല്ലേ വിരോധം? ഞാൻ വാങ്ങാമെങ്കിലോ? വലിയമാമ അമ്പരന്നു. തെല്ലിട പകച്ചു നിന്ന ശേഷം പറഞ്ഞു. ആലോചിക്കാം. ആലോചിച്ചതുകൊണ്ടായില്ല. ഇപ്പോൾ ഈ നിമിഷത്തിൽ തീരുമാനിക്കാം. ഞാൻ വാങ്ങാമോ എന്ന് നോക്കട്ടെ. വീടിനും പറമ്പിനും കൂടി എന്തു വില കിട്ടണം? വലിയമാമ പരുങ്ങി. പറഞ്ഞോളൂ. ഇത് കച്ചവടമാണ്. നിരക്കുമെന്ന് തോന്നിയാൽ ഞാൻ എടുക്കും. വലിയമാമ വീണ്ടും സംശയിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അപ്പുണ്ണിക്ക് വല്ലാത്ത അമർഷമാണ് തോന്നിയത്. എന്താ, അപ്പുണ്ണിയുടെ കാശിന് വിലയില്ലെന്നുണ്ടോ? അതുകൊണ്ടല്ല. എന്നാൽ പറയൂ. പൊളിഞ്ഞു വീഴാറായ നാലുകെട്ടിനാണ് വില പറയുന്നതെന്ന് ഓർക്കണം. 4000-ന് പോക്കരി ഹാജി ചോദിച്ചു. അപ്പുണ്ണി ആലോചിച്ചു. കാറ്റും വെളിച്ചവും കിടക്കാത്ത ഈ സാധനം മനുഷ്യർക്ക് താമസിക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ 4000 തരാം. സമ്മതമാണെങ്കിൽ ആധാരം എഴുതാൻ ഏർപ്പാട് ചെയ്തോളൂ. വലിയ മാമയുടെ ശിരസ് കുറെ കൂടി കുഞ്ഞു. എന്താ തീർച്ചയാക്കിയത്? വളരെ പ്രയാസപ്പെട്ട് വലിയമാമ പറഞ്ഞു. ആവാം. ആധാരം എഴുതാൻ ഏർപ്പാട് ചെയ്തോളൂ. പതുക്കെ പതുക്കെ ആ മെതിയടിയുടെ ശബ്ദം അകലുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. കയ്യാലയ്ക്കകത്ത് വന്ന് കിടന്നപ്പോൾ മീനാക്ഷി അടുത്ത് ചോദിച്ചു. പോയോ? പോയി. അമ്മാമ്മയ്ക്ക് എല്ലാം കൊണ്ടും കഷ്ടകാലമാണ്. ആ സഹതാപ പ്രകടനം അപ്പുണ്ണിക്ക് അത്ര രസിച്ചില്ല. പൂന്തോട്ടത്തിൽ സ്വത്തില്ലേ?
അതുകൊണ്ടല്ല, നല്ലൊരു തയ്യായിരുന്നു. ഓള് പോയി. ആര്? അപ്പുണ്ണി അറിഞ്ഞിട്ടില്ലേ? ആദ്യത്തെ പെറയെന്ന്. പാവം. എന്തേ മീനാക്ഷിയെടുത്തി? കഴിഞ്ഞ ഇടവത്തിലല്ലേ അമ്മിണിക്കുട്ടി മരിച്ചത്? അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. പതുക്കെ കൈകുത്തി എഴുന്നേറ്റ് കയ്യാലയുടെ വാതിക്കൽ വന്ന് വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് മേൽപ്പടി പിടിച്ച് കണ്ണടച്ചു നിൽക്കുമ്പോൾ മീനാക്ഷിയെടുത്തി ആരോടെന്നില്ലാതെ പറയുകയായിരുന്നു, പാവം, സ്നേഹമുള്ള കുട്ടിയായിരുന്നു. അടച്ചിട്ട പൂമുഖവാതിൽ അപ്പുണ്ണി തുറന്നു. തെക്കിനി ഇരുട്ടുമൂടി കിടക്കുകയാണ്. കുത്തഴികൾ വലിച്ചു തുറന്നപ്പോൾ വെളിച്ചത്തിൻ്റെ കീറുകൾ അകത്തേക്ക് വീണു. അവിടെ വായുവിന് നനവുള്ള അസുഖകരമായ ഒരു മണമുണ്ട്. അടച്ച വാതിലുകൾ തുറന്നിട്ടും മുക്കിലും മൂലയിലും ഇരുട്ടു പതിയിരിക്കുന്നു. നടുവിൽ കരിങ്കൽ പതിച്ച നടുമുറ്റത്ത് കരടുകൾ കൂടിക്കിടക്കുന്നു. തൂണുകളിൽ ചിതൽപുറ്റുകളുണ്ട്. വടക്കിനിയിൽ നിന്ന് വടക്കേ തളത്തിലേക്ക് കടന്നപ്പോൾ അയാൾ നിന്നു. അതാണ് കോണിമുറി. ആ മുറിക്കകത്താണ് 3 വർഷങ്ങൾ കഴിച്ചത്. ആ നിലത്തിപ്പോഴും കണ്ണീരിൻ്റെ നനവുണ്ടാവുമോ? അവിടെ നിൽക്കുമ്പോൾ മങ്ങിയ ആ ഇരുട്ടിൽ നിന്ന് കുപ്പിവളകൾ കിലുങ്ങുന്നുണ്ടെന്ന് തോന്നിപ്പോയി. മുല്ലപ്പൂവിൻ്റെയും മട്ടിപ്പശയുടെയും മണം വായുവിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? വേദനയായിരുന്നില്ല, മനസ്സാകെ ഒരു ശൂന്യതയായിരുന്നു. കോണി കയറി മുകളിലെത്തി. അടഞ്ഞു കിടന്നിരുന്ന ഒരു മുറി മാത്രം അയാൾ തുറന്നില്ല. തങ്കേടത്തിയുടെ വരാൻ പോകുന്ന ഭർത്താവിനു വേണ്ടി ഒരുക്കിവെച്ച മുറിക്കകത്ത് എലികൾ സഞ്ചരിക്കുന്നു. തങ്കേടത്തിക്ക് ഭർത്താവ് വന്നുവെന്ന് അറിഞ്ഞു. മീനാക്ഷിയെടുത്തി പറഞ്ഞു. പിന്നീട് അയാൾ ഉപേക്ഷിച്ചു പോയത്രേ. ആ വീട്ടിൽ ഒരുക്കി വെച്ച ഒരു മുറി ഇപ്പോഴും ഉണ്ടായിരിക്കും. പൊട്ടിയ ഭിത്തികളും നനവു കിളരുന്ന നിലാവുമുള്ള ആ 4 കെട്ടിനകത്ത് സഞ്ചരിക്കുമ്പോൾ പകലാണെങ്കിലും ഭയം തോന്നി. തലമുറകൾ ഈ ഇരുണ്ട മാളങ്ങളിലൂടെ ഇഴഞ്ഞുപോയി. പൊറേമാൻ്റെയും നാരായണമാൻ്റെയും ആത്മാവുകൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരിക്കും. കാരണവർ ചവിട്ടിക്കൊന്ന പെൺകിടാവിൻ്റെയും കഥകൾ ഓർത്തു. ഇപ്പോൾ പഴയ ഓർമ്മകളുമായി നിൽക്കുന്ന ഈ 4 കെട്ട് തൻ്റെ സ്വന്തമാണ്. 5 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ അതിനായി ചെലവഴിച്ചു. എങ്കിലും വല്ലാത്ത ഒരു ആത്മസംതൃപ്തിയുണ്ട്. ഇവിടെ നിന്നാണ് ഒരു കാലത്ത് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിപ്പോയത്. എല്ലാം അന്ന് നിഷേധിക്കപ്പെട്ടു. കാരണം ഇവിടുത്തെ ഒരു സ്ത്രീ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു. അവിടെ എത്തിയപ്പോൾ ചിന്തകൾ വട്ടം കറങ്ങുന്നത് പോലെ തോന്നി. ആ സ്ത്രീ എങ്ങനെ ജീവിക്കുന്നുണ്ടാവുമോ എന്തോ. സമ്മതമില്ലാതെ ഒരിക്കൽ അവരിവിടെ നിന്ന് പുറത്തിറങ്ങി. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ക്ലേശിക്കേണ്ടി വന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. പുല കുളിച്ച് അകത്തുള്ളവർ ശുദ്ധി വരുത്തി. ഒരു കളങ്കം കഴുകിക്കളഞ്ഞുവെന്ന ആശ്വാസം അവർക്കുണ്ടായിരിക്കും. ആ സ്ത്രീയുടെ മകനാണിപ്പോൾ 4 കെട്ടിൻ്റെ ഉടമസ്ഥൻ. വേദനയോടെ ഓർത്തു. ആ സ്ത്രീ തൻ്റെ അമ്മയാണ്. അവരെ മറന്നു കഴിയുകയായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ വളർത്തി ഇല്ലത്തെ ഉരൽപ്പുരയിൽ ഉലയ്ക്ക വലിച്ച് ഭക്ഷണം തന്നു. അതെല്ലാം പിന്നെ മറക്കുകയാണ് ചെയ്തത്. ആരും തുണയില്ലാതെ കഴിയുമ്പോൾ ഒരു മനുഷ്യനെ സഹായിക്കാനെത്തി. ആ സഹായം വേണ്ടെന്ന് പറഞ്ഞില്ല. തളർന്നു വീഴുമ്പോൾ ആ കൈപിടിച്ചു കാണും. അതൊരു തെറ്റാണോ എന്ന് അയാൾ സ്വയം ചോദിച്ചു. കുറ്റം ആരുടെയാണ്? ഈ 4 കെട്ടിൽ നിന്ന് പുറന്തള്ളിയത് അവരുടെ തെറ്റാണോ? എങ്കിൽ അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. വിയർത്തു കുളിച്ച ശരീരവുമായി അയാൾ പൂമുഖത്തേക്ക് വന്നു. ഉച്ചവെയിലിൽ പുറത്ത് കത്തിയെരിയുന്നു. കാറ്റില്ല, ഇലയനങ്ങുന്നില്ല. ഇത്ര നാളും സ്വയം തെറ്റിദ്ധരിക്കുകയായിരുന്നു തനിക്ക് ആരുമില്ലെന്ന്. ഈ ലോകത്തിൽ തനിച്ചാണെന്ന് പറയുന്നതിൽ ഒരു തരം വില കുറഞ്ഞ അഭിമാനം തോന്നുകയായിരുന്നു. പലരും ഉണ്ടെന്നായിരുന്നു സത്യം. അതൊരു വഞ്ചനയായിരുന്നു. കടപ്പാടുകളുടെ ശൃംഖലകൾ ഇപ്പോഴും തന്നെ ബന്ധിച്ചു നിർത്തുന്നു. ദൂരെ വയനാടൻ കുന്നുകളുടെ താഴ്വരയിൽ ഒരു കൊച്ചു പുരയ്ക്കകത്തേക്ക് മനസ്സ് സഞ്ചരിച്ചു. ഏതോ ഒരു കച്ചവട സ്ഥലത്ത് കാൽപ്പെട്ടി തുറന്നു വെച്ച് ചില്ലറ എണ്ണുന്ന ഒരു മുസ്ലിം യുവാവിനെ അയാൾ സങ്കല്പിച്ചു. ഏതോ ക്ലാസ് മുറിയിൽ കുട്ടികളോട് സംസാരിച്ചു നിൽക്കുന്ന ഒരു അധ്യാപകൻ്റെ ചിത്രം മനസ്സിൽ കണ്ടു. ആകെ തളർന്ന അയാൾ ചിതൽ അകം കാർന്നു തിന്ന കോലായിലെ മരത്തൂണിനടുത്തിരുന്നു. നേട്ടങ്ങളുടെയും തോൽവികളുടെയും ഒരു കണക്കെടുക്കാൻ മനസ്സ് വൃഥാ പാടുപെടുകയായിരുന്നു. മുറ്റത്തെ ഒതുക്കുകല്ലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ നിന്നു. പിറകെ നടന്ന സ്ത്രീയോട് പറഞ്ഞു, അമ്മ കയറിക്കോളൂ. അവർ സംശയിച്ചു നിൽക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു, ധൈര്യമായി കയറാം. തലയിൽ 4-5 വെള്ളിവരകൾ വീണ ആ മെലിഞ്ഞ സ്ത്രീ കോലായിലേക്ക് കയറി.
അപ്പോഴും പ്രായം ചെന്ന ആ മനുഷ്യൻ മുറ്റത്ത് സംശയിച്ചു നിൽക്കുകയായിരുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞു, "വരൂ." അയാൾ അമ്മയുടെ പിറകെ പ്രവേശിക്കാൻ അർഹതയില്ലാത്ത ഒരിടത്തേക്ക് കയറുന്ന വൈഷമ്യത്തോടെ ഒതുക്കു കയറി. അകത്ത് കടന്നപ്പോൾ സ്ത്രീ പറഞ്ഞു, "എന്തൊരിരുട്ടാ ഇതിനകത്ത് അപ്പുണ്ണിയെ." "പകൽ ഇതിനകത്ത് ഇരുട്ടാണ്. ഇവിടെ കാരണവന്മാരുടെ പ്രേതങ്ങൾ ഉണ്ടാവും പകലും." അമ്മ സംഭ്രമത്തോടെ അയാളുടെ മുഖത്തു നോക്കി. "അമ്മ പേടിക്കണ്ട. ഈ നാലുകെട്ട് പൊളിക്കാൻ ഏർപ്പാട് ചെയ്യണം. ഇവിടെ കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു ചെറിയ വീട് മതി." "പൊളിക്കേ? ഭഗവതി ഇരിക്കണ സ്ഥലല്ലേ?" അയാൾ ഉറക്കെ ചിരിച്ചു. ആ ചിരിയുടെ ശബ്ദം പൊട്ടിയ ഭിത്തികളിൽ, നുരുമ്പിച്ച തൂണുകളിൽ, ഇരുണ്ട മൂലകളിൽ തട്ടി തിരിച്ചു വന്നു. പ്രായം ചെന്ന ആ മനുഷ്യൻ അപ്പോഴും സംഭ്രമത്തോടെ മുഖം കുനിച്ചു നിൽക്കുകയായിരുന്നു. അവസാനിച്ചു. പുതിയൊരു കഥയ്ക്കായി കാത്തിരിക്കൂ.